ഇരിക്കുവോക്ക് ചന്ദ്ര പൊട്ടനാണോ നീ? ചന്ദ്രൻ അണ്ണ അടിക്കില്ല പറഞ്ഞേ കോള്. നിന്റെ മാമന്റെ മോനാളിയാ അത്? അണ്ണ ഞാൻ അങ്ങോട്ടും ഫ്രണ്ടോട്ടും ഇരിക്കായിരുന്നു. അണ്ണാ ടയർ പൊട്ടി ഒരു 4 ടയർ പൊട്ടി. 4 വണ്ടി ഞാൻ പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോയി? ലെഫ്റ്റ് ആണോ ലെഫ്റ്റ് അണ്ണ ഇവിടെ നോക്കോ അണ്ണാ അങ്ങോട്ട് പോണം. ടയറില്ല കേട്ടോ അവിടെ കളിക്കട്ടാ, അവര് കളിച്ചോട്ടളിയാ. എല്ലാരും കുത്തിയില്ലേ അവിടെ ബ്രോ? ബാക്കപ്പ് എല്ലാം പറഞ്ഞു. ആഹാ പ്ലക്കി വിട്ട്. നിന്നൊക്കെ ചാറ്റ് കണ്ടാ മതി. നിനക്ക് ചാറ്റ് കാണണം. ഇങ്ങോട്ട് കേറ്. മാത്രമല്ലല്ലോ, കുഴപ്പമില്ല നമുക്ക് നോക്കാം. എക്സലന്റ് കാണാനേ നോക്കിയിരിക്കുക. കക്ക പ്ലക്കിന്ന് മൂഞ്ചാൻ വേണ്ടിയിട്ട് കുറെ അവന്മാര്. ആലോചിക്കുക മൊമെന്റ്, ഞാൻ ഡൗൺ ആയ മൊമെന്റില് നമ്മുടെ ചാറ്റിൽ ഒരു ചിരി അങ്ങ് പടർന്നു. ഒരു പർട്ടിക്കുലർ ആൾക്കാര് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക നമ്മളൊന്ന് വീണ് കാണാൻ വേണ്ടിയിട്ട്. ഹെൽമെറ്റ് ഒക്കെ ഇടിച്ച് അതൊരു വൃത്തിയുടെ പൊസിഷനിലായപ്പോഴാണ് നമ്മള് ഗണ്ണെടുത്ത് സെറ്റായി. നമ്മള് ഗണ്ണെടുത്ത് അങ്ങോട്ട് മേലോട്ട് കയറിയപ്പോഴത്തേനും അവര് ഫുൾ ആൾക്കാർ മുകളിൽ എത്തി ഓൾറെഡി. മനസ്സിലായി. മനസ്സിലായി. അവിടെ വന്നപ്പോഴത്തേനും നല്ല അടി കിട്ടി. ചന്ദ്രൻ നിർത്തി പോടാന്ന് ഏലിയാസ് ജാക്കി. ബ്രോ എങ്ങനെയാണ് ബ്രോ ജയിച്ചിട്ടും ഇങ്ങനെ വന്ന് മെസ്സ് അടിക്കാൻ നിങ്ങക്ക് എങ്ങനെയാ പറ്റണ ബ്രോ?
അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറ്റണേ? ഇത് നീ എന്താ വിചാരിച്ച? നീ മറ്റേ പബ്ജി മൊബൈലിൽ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബോട്ട്സ് കളിക്കുന്നത് പോലത്തെ ഗെയിം ആയിരിക്കും എന്നാണ് നീ വിചാരിച്ചേ? ഇതിനകത്ത് ഒറ്റയ്ക്ക് ഞാൻ മറ്റേ 28 പേര് അടിക്കണം. ഇതൊരു ടീം വർക്കാ ബ്രോ. അതുകൊണ്ടാണ് ബെസ്റ്റ് ഗ്യാങ് എന്നറിയപ്പെടുന്നത്, അല്ലാതെ ബെസ്റ്റ് RP പ്ലെയർ എന്നല്ല. ബെസ്റ്റ് ഗ്യാങ് എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. നമ്മളെ ഒരു കൂട്ടമായിട്ട് ആൾക്കാർ കളിക്കുന്നത്. നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. അതായത് നീ മനസ്സിലായ തീട്ടക്കണ്ടികളെ. എനിക്ക് ഇപ്പൊന്നും കിട്ടിയില്ല. ഞാൻ ഇവിടെ അപ്പോഴത്തേനും ഓൾറെഡി ഗണ്ണെടുത്ത് വന്നപ്പോഴത്തേനും എനിക്ക് ആദ്യം തന്നെ ഹെഡ് കിട്ടി. ഞാൻ റീഫ്രഷ് ചെയ്ത് തിരിച്ചു വന്നപ്പോ തന്നെ കണ്ണാപ്പി ഞാൻ കണ്ട് നീ എന്റെ മുമ്പിൽ ചാടി കേറാൻ പോലും പറ്റാതെ വീഴുന്നത് ഞാൻ കണ്ടു. നിന്നെ നീ വണ്ടിയുടെ മണ്ടയ്ക്ക് സ്പോയിലറിൽ തൂങ്ങി ഊമ്പി വീഴുന്ന ഞാൻ കണ്ടായിരുന്നു. എടുത്തെടുത്ത് ഭയങ്കര പിക്കായിരുന്നു. ആയത്താളത്തിന് എടാ ഒരു ഹെലി എടുത്തടാ. ആരെല്ലാം ഒന്ന് ഹെലി എടുക്കുന്നല്ലോ എടുത്ത്. കേറാ, ഞാൻ അങ്ങോട്ട് പോവാ. കേറി സോറി കേസ്, ഞാൻ തെറി പറഞ്ഞു. ഇല്ല ഞാൻ വണ്ടിയിൽ പോവാ. ചന്ദ്ര കേറ്. അതെ ഞാൻ കാര്യം കണ്ണിന് പവർ എന്തോ കൂടുതലാണ്. ഇല്ലടാ അവന്മാരെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ കുത്തിയെടുത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. മനസ്സിലായി. ഞാൻ ആദ്യമേ അവിടെ കേറിയിരുന്നു നമുക്ക്. അവരൊത്തിരി പേരുണ്ടായിരുന്നു. നമ്മള് അവിടെ കയറി നമ്മളെ പൊസിഷൻ എടുത്തപ്പോഴത്തേക്കിനും അവർ ഓൾറെഡി ഹൈ റാങ്കിൽ വന്നു. കുഴപ്പമില്ല. നമ്മുടെ പ്ലേയേഴ്സ് നല്ല ബാക്കിൽ കുറെ പേരുണ്ടായിരുന്നു. അവരുടെ അടുത്തോട്ട് പോണ്ടേ? അവരുടെ പോണോ? ആ പടം പോ. ഇവിടെ കത്തിച്ചു വിട്ടോ അവരെ? ഇല്ലല്ലോ. ഞാനൊക്കെ ഒരുത്തനെ എന്റെ ബുള്ളറ്റില് ഫുള്ള് ഒരുത്തനെ അടിച്ചാണ്. അവൻ ചാമില്ല. ഇതൊക്കെ എന്താ പണ്ടത്തെ പോലൊന്നല്ലാട്ടാ, വലിയ പാടാ. അതെ പണ്ടത്തെ പോലൊന്നല്ല. ഇപ്പൊ പിക്കൊക്കെ എടുക്കണ വലിയ പാടാ. ഇതൊക്കെ നമ്മൾ എന്താ പറയാ ഫ്ലെക്സ് ചെയ്യണ്ടിരുന്നു ആ പിക്ക് എടുത്ത്. കത്തിച്ചു വിട്ടോ? ഫുള്ള് പ്ലക്കപ്പെട്ടല്ലേ? വിട്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടല്ല, ആ 2 എണ്ണം കെട്ടന്മാർ വണ്ടി കയറിയോണ്ടാണ് നമുക്ക് ഈ അവസ്ഥ. ഞാൻ നിങ്ങളതൊക്കെ ഒരു കാര്യം പറയാം കേട്ടെ. നിങ്ങൾ എപ്പോഴേലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സ്ഥിരം മറ്റേ ഊമ്പിത്തരം കാണിക്കുന്ന ആൾക്കാരെ ഒന്നും ആർക്കും വേണ്ട കേട്ടാ. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു പർട്ടിക്കുലർ, അതിപ്പോ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ RPയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിലായിക്കോട്ടെ, നല്ലൊരു പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഊമ്പി കാണാൻ വേണ്ടി 100 പേരുണ്ടാവും. 100 അല്ല 1000 പേരുണ്ടാവും. 1000 പേര് 1000 പേരുണ്ടാവും. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഊമ്പന്മാരെന്ത് ചെയ്യണമെന്നുള്ള കാര്യമൊന്നും ആരും നോക്കത്തില്ല. ഈ നല്ല രീതിയിൽ പോണ ആൾക്കാര് ഒന്ന് വീണ് കാണാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒരു 100,000 പേരുണ്ട്. അവർക്ക് അതിലൊരു പ്രത്യേക സന്തോഷമാണ്. പറയടാ. കാര്യം ചോദിക്കട്ടാ, ചത്തില്ലാന്ന്. കണ്ണാപ്പിയും ബോബയൊക്കെ ചത്ത. എന്റെ അവനെ കമ്മാരെല്ലാം ചത്തതിന് ശേഷം ഞാൻ ചത്തത്. അവനൊക്കെ എന്റെ ഫ്രണ്ടിൽ തന്നെ മറ്റേ കണ്ണാപ്പി വണ്ടിയുടെ സ്പോയിലർ അല്ല ചത്തത്. ഭയങ്കര ഇതാണ്. ഞാൻ അത്ര എന്തോ എടുത്തോണ്ടിരിക്കുവായിരുന്നാണ് ഞാൻ നോക്കണത്. ഞാൻ നേരെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർ ടയർ അടിച്ച് പൊട്ടിച്ച് 4 ടയർ പൊട്ടിച്ച് 4 വണ്ടിയിലെ. ആ നീലിനൊക്കെ ഇവിടെ വന്ന് ഗ്യാങ്റവ് ആയി കോച്ചു. അവിടെ പോയി എല്ലാരും. ബോബോയ് ഒരു പിക്കെന്തോ എടുത്തെന്ന് തോന്നുന്നുണ്ട് അവിടെ. ഞാനൊക്കെ ഞാൻ ഇനി വെറുതെ അടിച്ച് എന്റെ ഗണ്ണിന്റെ ആമളയിലാണ് അടിച്ചു വെച്ചാൽ ഞാൻ പോലും. കണ്ടവന്റെ കുടുക്കൊക്കെ ആയിട്ട് വരുന്നവന്മാര് നിനക്കൊക്കെ ഗ്യാങ് ഹൗസിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. എല്ലായിടത്തും ഒന്നിച്ച് കാണാൻ കിട്ടി. ഇത്ര പേരുണ്ടായിരുന്നോ ഈ വീക്കില്? ഏണേ കത്തിച്ചു വിടറാന്മാരെയൊക്കെ. സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ജീവിക്കാൻ നമ്മളെ കണ്ടവന്റെ കുടുക്കെ കഴിട്ട്
ഇത് കോച്ചിന് വേണ്ടിട്ടായിരുന്നു കോച്ച് അല്ലെ മിഡിൽ ഫിംഗർ കാണിച്ച് അയ്യേ പോയി അച്ചികളുടെ അടുത്തൊക്കെ എന്ത് വേണ്ട